അപ്പോൾ നമ്മൾ ഒരുപാട് നാളിന് ശേഷം ഇന്നാണ് കേട്ടോ അടുത്ത വ്ളോഗ് ചെയ്യുന്നത്. നോർത്ത് ഈസ്റ്റ് സൈക്കിൾ റൈഡ് കഴിഞ്ഞ് അന്ന് നിർത്തിയതാണ്. ഇപ്പോൾ ഏകദേശം ഒരു വർഷമായി. അപ്പം നമ്മൾ ഇന്ന് വീണ്ടും വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നത്തെ യാത്ര നമ്മൾ ചെയ്തേക്കുന്നത് ഇല്ലിക്കക്കല്ലിലേക്കാണ്. ഓൾറെഡി ഞാൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും ബാക്കി വിശേഷം വീഡിയോയിൽ കാണാം. ഓക്കെ. ഞാനത് ഇഷ്ടമില്ല. ശരിക്കും അപ്പുറത്ത് നിന്ന് കാണുന്നതിനേക്കാളും അടിപൊളിയാണ് ഈ ഒരു ട്രക്കിങ് അല്ലേ? അതുവരെ നമ്മൾ ഇല്ലിക്കൽ അപ്പുറത്ത് നിന്ന് കണ്ടിട്ടല്ലേ ഉള്ളൂ. അതെ, ഇതിലേക്കുള്ള ട്രക്കിങ് എന്തായാലും സൂപ്പറാണ്. എന്താ പറയാ, മറ്റേ റിസ്ക് ഒന്നുമില്ല. അതെ, മറ്റേ നമ്മൾ കേൾക്കുമല്ലോ, കുറച്ച് മാത്രം കയറിയിട്ട് പിന്നെ അവിടെ നിന്ന് ഈ വ്യൂ കാണുന്നില്ലേ ഉള്ളൂ. കല്ലിലേക്കുള്ള ട്രക്കിങ് സൂപ്പറാണ്. ഇപ്പൊ തന്നെ ഒരുപാട് കയറി, ഇനിയും ശരിക്കും ഉണ്ട് മുന്നോട്ട്. വാഴ എത്തും. ഇതിൽ ഇറങ്ങി വന്നവരുടെ എല്ലാ അഭിപ്രായം കയറാനും ഭയങ്കര പാടാണ്. അതിനൊക്കെ പാടാണ് ഇവിടുന്ന് തിരിച്ചിറങ്ങാൻ. എന്തായാലും നമുക്ക് കയറി നോക്കാം. വീഡിയോ എടുത്തുകൊണ്ട് കയറാൻ പറ്റത്തില്ലല്ലോ. കയറി കഴിഞ്ഞ് ഞാൻ എങ്ങനെ ഉണ്ടെന്ന് എക്സ്പീരിയൻസ് പറയാം. ഇതിൽ കയറാൻ ഭയങ്കര ടാസ്ക്കായിരുന്നു കേട്ടോ. കമ്പി ഉള്ളതുകൊണ്ട് ഇവിടെ ഒന്ന് പിടിച്ച് കയറാൻ പറ്റി. പക്ഷെ അല്ലാണ്ട് പാറ പിടിച്ച് കയറാൻ ഭയങ്കര ടാസ്ക്കാണ്. എന്നാൽ നനഞ്ഞൂടെ കിടക്കുന്നുണ്ടേ തെന്നും. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്താറായി എന്നല്ല, എത്തി. അങ്ങനെ നമ്മൾ ഈ മലയുടെ ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ. ഇതാ ആ കാണുന്നതാണ് ഇല്ലിക്കക്കല്ല്. അതിൻ്റെ അപ്പുറത്തൊരു മലയുണ്ട്. അവിടെയാണ് നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൂടെ വരുമ്പം അതങ്ങ് മുകളിൽ വരെ ജീപ്പുണ്ട്. അവിടെ നിന്ന് കുറച്ച് മാത്രം ട്രക്ക് ചെയ്തിട്ട് നമുക്ക് ഇല്ലിക്കക്കല്ലിൻ്റെ വ്യൂ കാണുന്നത് ആ ഭാഗത്താണ്. ഇത് നമ്മൾ ഈ ഒരു മല ഫുള്ള് നമ്മൾ ട്രക്ക് ചെയ്ത് കയറണം. അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ ഇതിലേ കയറി. ഇതാണ് ഇതിൻ്റെ ടോപ്പ് എൻഡ്, ഈ കുരിശിൻ്റെ അവിടെ. ഒരു വട്ടമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ എല്ലാവരും. അത്ര അടിപൊളിയാണ്. ഓ, എങ്ങനെയുണ്ട് കയറേണ്ട എക്സ്പീരിയൻസ്? ഒരു രക്ഷയില്ല, ഇപ്പോഴും ബ്രേത്ത് കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ താഴെ നിന്ന് കയറുമ്പം എപ്പോൾ എത്തും അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ ഉണ്ടെന്നായിരിക്കും നമ്മൾ ആലോചിക്കുന്നത്. പക്ഷെ നമ്മൾ മേലെ എത്തിക്കഴിയുമ്പോൾ ആ ഒരു വ്യൂ, നമ്മൾ അങ്ങോട്ട് നോക്കാം, ആ സൈഡ് ഉണ്ടോ, അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇല്ലിക്കലിൻ്റെ ആ ഒരു വ്യൂ കാണാൻ പറ്റും. പക്ഷെ നമുക്ക് നോക്കുകയാണെങ്കിൽ അതിനെക്കാട്ടി കുറച്ചും കൂടി ആയിട്ട് നമുക്ക് നിൽക്കുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടി കുറച്ചും കൂടെ എന്താ പറയുക, ട്രെക്കിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായും യൂസ് ചെയ്യേണ്ട ഒരു യാത്രയാണത്. പ്രത്യേകിച്ച് മഴക്കാലത്താണ് കുറച്ചും ഡേഞ്ചർ ആയിരിക്കും. പക്ഷെ ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ല കിടക്കുന്നു. അതുകൊണ്ട് നല്ലോണം വരാൻ പറ്റുന്ന യാത്ര തന്നെയാണ്. എന്തായാലും മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു യാത്രയാണ്.
ഇതെനിക്ക് പറയാം. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, മാക്സിമം വരുന്ന ആൾക്കാർ നല്ല ഗ്രിപ്പുള്ള ഷൂ ഇട്ട് വേണം കയറാൻ. കാരണം ഇപ്പം തന്നെ കണ്ടതിൽ മാക്സിമം ആൾക്കാരുടെ കയ്യിൽ ഷൂ ഇല്ല, സ്ലിപ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടെ സ്ലിപ്പാകാൻ നല്ല ചാൻസ് ഉണ്ട്. മാക്സിമം ഗ്രിപ്പുള്ള ഷൂ ഇട്ട് കയറുക, അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം കുറച്ച് സ്ലിപ്പറി ആയിട്ട് ഇത് വരുന്നുണ്ട്, എന്താണ് പറയുക, കുറേ മലഞ്ചെരികൾ വരുന്നുണ്ട്, ഡേഞ്ചറായിരിക്കും. അപ്പം കൂടുതലും ഗ്രിപ്പുള്ള ഷൂ തന്നെ യൂസ് ചെയ്യാൻ എപ്പോഴും നല്ലത്. നല്ല അങ്ങനെ അവസാനം ട്രക്കിംഗ് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത് അയ്യോ. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ ഇതിലെ വിശേഷം. ഓക്കെ, ബൈ.